ഇത് ചേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഐശ്വര്യ ഒരു ക്യാബിൻ ക്രൂ ആണ്. ഏകദേശം 500K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഐശ്വര്യ തന്റെ ചാനലിലൂടെ ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തു. ഒരു ലേഡിയെ കുറച്ച് ആളുകൾ ചേർന്ന് വസ്ത്രമൊക്കെ പിച്ചി ചീന്തി ഒരുപാട് അടിച്ച് അതും നടുറോഡിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുന്നു. ആരാണെന്ന് കേട്ടപ്പോഴാണ് അതിശയം തോന്നിപ്പോയത്. ഐശ്വര്യയുടെ അമ്മയുടെ സഹോദരന്റെ ഭാര്യയാണ്. അവരുടെ കുടുംബ പ്രശ്നമാണ്. സ്വത്ത് തർക്കമുണ്ടെന്നും പറയുന്നുണ്ട്. ആരാണ് ഈ സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്ന് കേട്ടപ്പോൾ അത് അതിലും വലിയൊരു നെട്ടൽ. ഐശ്വര്യയുടെ അമ്മയുടെ മൂത്ത സഹോദരനാണ് അനിയന്റെ ഭാര്യയെ ഇങ്ങനെ നടുറോട്ടിൽ വെച്ച് അടിച്ചു വീഴ്ത്തുന്നത്. അടിക്കുക മാത്രമല്ല മോശം ബിഹേവിങ്ങുമാണ്. ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങണമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഇത് നിരന്തരം ഈ സ്ത്രീ നേരിടുകയാണ്. ഇവർക്ക് 3 പൊടിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ നടുറോട്ടിൽ വെച്ച് അടിച്ചിട്ട് പോലും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരാൾക്ക് പോലും കണ്ണുചോരയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഐശ്വര്യ. മിക്കവാറും ഇത് സ്ഥിരം നടക്കുന്ന സംഭവമായിരിക്കണം. അതായിരിക്കും മൈൻഡ് ചെയ്യാനത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെ ആയാലും വളരെ മോശമായി. എന്നിരുന്നാലും ഒരു സ്ത്രീയല്ലേ അത്. 3 പൊടിക്കുഞ്ഞുങ്ങൾ. ഐശ്വര്യ പറയുന്നു, എത്ര തന്നെ ബന്ധുവായാലും എത്ര തന്നെ കുടുംബമായാലും സ്ത്രീയെ നടു റോഡിൽ അടിച്ചിട്ട് ചതയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഐശ്വര്യവും പോലീസിനെ കംപ്ലൈന്റ് ചെയ്തു. പക്ഷേ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് ഒന്ന് വന്ന് അന്വേഷിച്ചത് തന്നെ. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല കിട്ടിയത് എന്നാണ് ഐശ്വര്യ പറയുന്നത്. എന്തായാലും അരമണിക്കൂറിന് ശേഷം വന്ന് കേസ് എടുത്ത് പോയിട്ടുണ്ട്. പിന്നീട് ഒന്നും കാര്യമായിട്ടൊരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഐശ്വര്യ പറയുന്നു, എന്തിനും ഏതിനും കേരള പോലീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കുറെ സംഘടനകളുണ്ട്, അവരൊക്കെ എവിടെ എന്നാണ് ഐശ്വര്യ ചോദിക്കുന്നത്. എന്നിരുന്നാലും ആ സ്ത്രീയെ സമ്മതിക്കണം. എത്രയോ വർഷങ്ങളായിട്ട് ആ സ്ത്രീ ഈ ക്രൂര മർദ്ദനത്തിനൊക്കെ ഇരയാകുകയാണ്. എന്തിന്റെ ആവശ്യം? ആ സ്ത്രീക്ക് മാത്രമല്ല, കുറച്ചു ദിവസം മുൻപ് ആ സ്ത്രീയുടെ അച്ഛനും ഇതുപോലെ ഇവരിൽ നിന്ന് മർദ്ദമേറ്റിട്ടുണ്ട്. അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഈ സ്ത്രീയെയും പിടിച്ചിട്ട് ഇവർ മർദ്ദിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ വിട്ടുകൂടാ. കാര്യമായിട്ടുള്ള അന്വേഷണം തന്നെ വേണം. ഇങ്ങനെയുള്ള ആളുകളൊന്നും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഐശ്വര്യ പറയുന്നു, ഇതിന് നീതി വേണം എന്ന് തന്നെ. അത് ആര് തെറ്റ് ചെയ്താലും, അച്ഛനായാലും മകനായാലും അല്ലെങ്കിൽ ഭർത്താവായാലും ആര് തന്നെ ആയാലും തെറ്റ് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത്? കമന്റ് ചെയ്യൂ. നമ്മുടെ നാടും പോലീസും ഒക്കെ ഇനിയും മാറേണ്ടത്. മാറ്റം എന്നത് വാക്കുകളിലൂടെ മാത്രം മതി, അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.